വത്സനാണ് കൂടുതൽ പക്വത, അത് അംഗീകരിച്ചു അല്ലേ? ശ്വേതയ്ക്ക് കുറച്ച് ഇമ്മച്യൂരിറ്റി കൂടുതലാണ്. എനിക്ക് കുട്ടികളി ഭയങ്കരമുണ്ട്. പക്ഷെ ശ്വേത അമ്മയായപ്പോൾ ഉണ്ടല്ലോ, ശ്വേതയുടെ പാരൻസിന് ഭയങ്കര ആശ്വാസം, സന്തോഷം. അവർ വരുന്നില്ല. I would have died. What the hell? അവർക്ക് സന്തോഷമുണ്ടായി. ശ്വേത സെറ്റിൽ ചെയ്തു ലൈഫിൽ. ഇങ്ങനെ ഒരു റഡർലെസ് ആയിട്ടുള്ളൊരു ഷിപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പായ്ക്കപ്പലായിരുന്നു. കാറ്റ് എവിടുന്ന് അടിക്കുന്നു അങ്ങോട്ട് പോകും, ഇപ്പുറത്തേക്ക് അടിച്ച് അങ്ങോട്ട് പോകും. പക്ഷെ ആ പായ്ക്കപ്പൽ എവിടെയോ ആങ്കർ ചെയ്യുന്നു. ഒരു പക്ഷേ അച്ഛനോടും അമ്മയോടും ഒരു പ്രാശ്ചിത്യം ചെയ്യാൻ പറ്റിയ ഒരു അവസരമായിട്ട് ശ്വേത കണ്ടത്. Did you really think that, okay, I am just honoring them now? Yes, I feel I do. Of course, I am honoring them because I think എൻ്റെ ഒരു ഈ കെയർലെസ്നെസ് ലൈഫ് സ്റ്റൈലിൽ ഐ തിങ്ക് ഐ എം ഷുവർ എൻ്റെ പേരൻസ് കുറച്ച് സഫർ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. ആൻഡ് ഐ ഫീൽ വൈ ഷുഡ് ഐ പണിഷ് ദം? ഞാൻ ഒറ്റ കുട്ടിയാണ്. ഭയങ്കര ലേറ്റാണ് ഇതെല്ലാം റിയലൈസ് ചെയ്തത്. ഞാൻ ഒറ്റ കുട്ടിയാണ്, അവർക്ക് പ്രായം കൂടുന്നതൊരു ഞാൻ അവരെ പണിഷ് ചെയ്യണം. പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ അച്ഛൻ ഡൂഡ്, എൻ്റെ അമ്മ കൂൾ, അങ്ങനത്തെ ഒരു ഫീലാണ്ടായിരുന്നു. ടിൽ ഐ ജസ്റ്റ് സഡൻലി റിയലൈസ് മൈ ഗോഡ് ദേ ഹാവ് ബിക്കം ഓൾഡ്, യുനോ. അപ്പോൾ യെസ്, ദിസ് ഈസ് ലൈക്ക് എ സേയിങ് താങ്ക് യു ടു ദം. യെസ്. വളരെ വൈകിയാണെങ്കിലും ശ്വേത ഒരു മകളുടെ എന്താ പറയുക ഉത്തരവാദിത്വം നിർവഹിച്ച്. പക്ഷേ ഈ സിനിമാ തിരക്കുകൾക്കിടയിലൊക്കെ ആ ഒരു പക്ഷേ അച്ഛനെയും അമ്മയും കുറച്ചും കൂടി കെയർ ചെയ്യണമായിരുന്നു, കെയർ ചെയ്യണമെന്ന് തോന്നാറുണ്ട്. അല്ല, ഞാനിപ്പോൾ ചെയ്യണ കാര്യം എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കാറില്ല. എനിക്ക് ചിലപ്പോൾ തോന്നും എനിക്കൊരു ഏടത്തിയോ അനിയത്തിയോ അല്ലാതെ ഏട്ടനോ അനിയനോ ആരുണ്ടെങ്കിൽ കുറച്ച് ഷെയറിങ് ചെയ്യാമായിരുന്നു. ബിക്കോസ് അവർക്ക് മീൻസ് ആരുമില്ല, അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, യുനോ. അപ്പോൾ എനിക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ ആസ് യു സെഡ് എനിക്ക് എൻ്റെ പേരൻസ് കൂടെ അത്ര എന്താ പറയുക സമയം ചിലവാക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് എത്ര സമയം കിട്ടും നമ്മൾ ഫുൾ ഫാമിലി അവിടെ പോവും. അല്ലാതെ ഞാൻ അവരെ ഹോട്ടലിൽ വിളിക്കും, അവർ എൻ്റെ കൂടെ നമ്മൾ ഷൂട്ടിങ്ങിൽ കൂടെ തന്നെ ഉണ്ടാവും കുറച്ച് ഒരു 4-5 ദിവസം. അപ്പം അങ്ങനെയെല്ലാം നമ്മൾ വി ട്രൈ ടു ഡു ടൈം ബ്രേക്ക്. എന്താണ് വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്? മോളെ, ഇത് കുട്ടികളിയല്ല. ഏയ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഏയ് കുട്ടികളിയാന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഞാനല്ല അച്ഛനോട് കല്യാണത്തിനെ പറ്റി പറഞ്ഞത്. അത് ശ്രീവത്സനാണ് പോയിട്ട് പറഞ്ഞത്. യെസ്, ശ്രീവത്സനാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പ്രപ്പോസ് ചെയ്തത്. സോ ദാറ്റ് വാസ് ഞാൻ പറഞ്ഞേ, എനിക്ക് ഒരേ നിർബന്ധം ഉണ്ടായിരുന്നത് ഇതൊരു ടിപ്പിക്കൽ നായർ മേനൻ കല്യാണം ഉണ്ടാവണം, ജാതകം നോക്കണം, പെണ്ണ് കാണൽ ചടങ്ങുണ്ടാവണം. Yes, so everything happened. ചായ എല്ലാം കൊണ്ട് കൊടുത്തു. Yes. അതിനുശേഷം ശ്വേതയുടെ പേരെന്താണെന്ന് ചോദിച്ചു. ഇല്ല, അത് മറ്റേ ഷോലെ ബസന്തി അങ്ങനെയല്ല. പക്ഷേ it was like a very. ഇനി ഞങ്ങൾ സംസാരിക്കട്ടെ, നിങ്ങളൊന്ന് മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞു. അല്ല, അങ്ങനെയില്ല. പക്ഷേ ടിപ്പിക്കലാവും അതൊക്കെ വേണ്ടേ? അല്ല, അത്രയില്ല. പക്ഷെ ഒരു ജാതകം നോക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ പേരൻസും ജാതകം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ശ്രീൻ്റെ അമ്മയും വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കറിയാം എന്തായാലും അവർ അത്. എത്ര പൊരുത്തമുണ്ട്? ഫാന്റാസ്റ്റിക് ആണ്. ഫാന്റാസ്റ്റിക് ആണോ? അത്ഭുതപ്പെടുത്തുന്നു. എത്ര പൊരുത്തം? പരമാവധി പൊരുത്തം എത്രയാണ്? കുടുങ്ങി അറിയില്ല. ഫാന്റാസ്റ്റിക്. അല്ല, അത് അങ്ങനെ നല്ല വളരെ എന്താ പറയുക ദൃഢമായിട്ട്. അല്ല, എനിക്ക് ഇത്ര അറിയാം. കല്യാണത്തിന് മുഹൂർത്തം നോക്കാൻ പോകുമ്പോൾ അവർ പറഞ്ഞു ഈ 2 ജാതകത്തിനും മുഹൂർത്തം ഒന്നും വേണ്ട, ഏത് മുഹൂർത്തവും ഏത് സമയം മുഹൂർത്തമാണ്. മൂപ്പർക്ക് വല്ല ബ്രൈബ് കൊടുത്തിരുന്നോ? എനിക്കറിയില്ല എവിടെ പോയത്. ആണല്ലേ. ഈ മുംബൈയിലും ഡൽഹിയിലൊക്കെ പല ആൾക്കാരും. മുംബൈ ഡൽഹിയല്ല, നാട്ടിൽ തന്നെ. അല്ല, ഇപ്പം എല്ലാ നാട്ടിലും ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ നോക്കുന്ന മൂപ്പർക്ക് കുറച്ച് കൊടുക്കും. അല്ല, ജാതകം നോക്കുന്ന ആൾക്ക് ഇത് അറിയണ്ടായിരുന്നില്ല അത് ശ്വേതാ മേനന്റെ ജാതകമാണ്. It was just a girl and a boy's ജാതകം.